സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നാം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മോടൊപ്പം വിറ്റ്നസിൽ ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, വിറ്റ്നസ് കർത്താവിൻ്റെ ദാസന്മാർ, മിഷണറി എക്സ്പീരിയൻസ് ഉള്ള ദൈവമക്കൾ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സെഷനാണ്. ഇതിനകത്ത് കൂടുതലും ദൈവവേലയിലായിരിക്കുന്ന, മിഷൻ ഫീൽഡിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാരാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ കടന്നു വരുന്നത്. അങ്ങനെ തന്നെയുള്ള ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ജീവിത സാക്ഷ്യമാണ് ഒന്നിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രിയദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ചൈതന്യത്തിന് കാരണമായി തീരണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം, മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങൾ നീ ചെയ്യാൻ വിശ്വസ്നാകൽ സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ വളരെ നല്ലൊരു ജീവിതാനുഭവം നാം കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ബർണബാസ് ആണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളോടൊപ്പം ഇങ്ങനെ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ അല്പം സമയം നൽകിയതിൽ. എനിക്കൊന്ന് ഒരു 2 വർഷം മുമ്പ് പാസ്റ്ററുടെ നമ്പർ എൻ്റെ കിട്ടി. അന്ന് നമ്മൾ ചുരുക്കമായിട്ടൊന്ന് സംസാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് പാസ്റ്റർ അല്പം പുറത്തായിരുന്നു, ട്രാവൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്നേരം ഒരു റെക്കോർഡിങ് കഴിഞ്ഞില്ല. എന്നാൽ വളരെ യാദൃച്ഛികമെന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ പറയും. കഴിഞ്ഞ ദിവസം പിന്നെയും പാസ്റ്ററെ കോൺടാക്ട് ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിറ്റ്നസിലൂടെ ഈ അനുഭവം പിന്നെയും കേൾക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയത്. അതിനകത്തൊരു ദൈവ നിയോഗമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ചാലക്കുടിയിലാ വേലയൊക്കെ അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ചാലക്കുടി മാത്രമല്ല, പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പാസ്റ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അതെ. സഭാ ശുശ്രൂഷ, സഭാ സ്ഥാപനം ഈ വിധത്തിലൊക്കെയാണോ? യെസ്, അതെ. സഭാ ശുശ്രൂഷയിലും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പുതിയ പ്രവർത്തനങ്ങൾ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നു. അതെ, ശരി ശരി. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ആ ഏരിയ ഒക്കെ ആണോ? അതെ, ജനിച്ചു വളർന്ന ദേശം തന്നെയാണ്. ഞാൻ ഒറിജിനൽ ചാലക്കുടിക്കാരനാണ്. ചാലക്കുടി ചങ്ങാതി. അതെ, ചാലക്കുടി. ചാലക്കുടി എന്ന് പറയുമ്പോൾ ആ ദേശത്തിന്റെ പ്രത്യേകത എന്താ? അതെ, ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാത്തലിക്സ് താമസിക്കുന്നതും മദ്യപാനികളുടെ നാടും ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. പക്ഷെ എങ്ങനെ ചോദിക്കും, ചാലക്കുടിക്കാരൻ എന്നോട് പടങ്ങിയാലോ എന്നോർത്തുകൊണ്ടാണ്. അതെ, മദ്യപാനത്തിന് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ചാലക്കുടി. പക്ഷേ ഇപ്പോൾ വളരെ വ്യത്യാസം. നമ്മുടെ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് മുഖാന്തരം മാത്രമല്ല, നമ്മുടെ മുരിങ്ങൂര്, കോട്ട ഡിവൈൻ, ഇതെല്ലാം മുഖാന്തരം ഒരുപാട് വ്യക്തി ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് വളരെ സത്യമായ കാര്യമാണ്. അതെ, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ മാത്രമല്ല, മുസ്ലിംസിന്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഒക്കെ വളരെ മാറ്റങ്ങൾ. ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോയി വായിക്കാനും പഠിക്കാനും, മറ്റു മതസ്ഥര് ഡിവൈനിലൊക്കെ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിത്തീരും. അതെ. അപ്പോൾ ഞാൻ കേട്ടത് തെറ്റല്ല, ഈ തൃശ്ശൂരിന്റെ ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാ അല്ലേ? അതെ, ചാലക്കുടി നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് തൃശ്ശൂർ. ഒരു പുഴയൊക്കെ ഉണ്ട്, പുഴ ഒഴുകുന്ന നാട്. കൂടപ്പുഴയിലാണ് ഞാൻ താമസിക്കുന്നത്. ആണല്ലേ? അതെ, ദൈവത്തിന് സ്തോത്രം. ഈ പാസ്റ്റർ പേര് ബർണബാസ് എന്ന് ആണെങ്കിലും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണോ ജനിച്ചത്?
അല്ല, അല്ല. അല്ല. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. പിന്നീടാണ് ഈ അനുഭവത്തിലേക്ക് വരുന്നത്. എന്റെ സ്നാനം സ്വീകരിച്ച സമയത്താണ് ഇങ്ങനെ ബർണ്ണബാസ് എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് അങ്ങനെ അതെ. അറിയപ്പെടാനിടയായി. ബർണ്ണബാസ് എന്നുള്ള പേരും വളരെ വ്യത്യസ്തതയുള്ളതാണ്, റെയർ ആണ്. അധികം ആളുകൾക്ക് അല്ലേ, അതെ, അതെ. വേദപുസ്തകത്തിൽ പ്രസിദ്ധമായ പേരാണെങ്കിലും നമ്മുടെ ഇടയിൽ റെയർ ആയിട്ടുള്ള പേരാണ്. എനിക്ക് തോന്നുന്നു പാസ്റ്ററൊക്കെ സ്നാനപ്പെട്ട ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്നാനം സ്വീകരിക്കുമ്പോൾ പേര് സ്വീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് പാസ്റ്റേഴ്സ് അങ്ങനെ അവര് പേരിടുമായിരുന്നു. അതെ. സത്യത്തിൽ അങ്ങനെ പേര് മാറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അന്നത്തെ പിതാക്കന്മാരെല്ലാവരും അങ്ങനെ സ്നാനപ്പെടുന്ന അവസരത്തിൽ അവർ പുതിയ പേരൊക്കെ കൊടുത്ത് ആ പേരിലായിരിക്കും അവർ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെയാണ് എന്നെ. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള പതിവുകളില്ല. ഇല്ല, ഇല്ല. ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാര് വിശ്വാസത്തിലുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളവരുടെ പേരൊന്നും നമ്മൾ മാറിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ ഒരു ആമുഖമായിട്ട് പറഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടാൻ പാസ്റ്ററുടെ കുടുംബം, മാതാപിതാക്കൾ, പശ്ചാത്തലം, ജനിച്ചു വളർന്ന സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കുറേ വിവരങ്ങൾ പറയുകയാണെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി അതൊന്ന് ഉപകരിക്കും. പാസ്റ്റർക്ക് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. യെസ്. ദൈവവൃത്യൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസൻ, ബഹുമാനായ ദേവദാസൻ ഫിലിപ്പാസ് മുഖാന്തരം ആസാദ് TV മുഖാന്തരം എളിയവനിങ്ങനെ വരാനായിട്ട് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു വേദി ഒരുക്കിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ആ വലിയ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദേവദാസൻ പറഞ്ഞതുപോലെ ഞാൻ ബർണ്ണബാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എൻ്റെ ഹൈന്ദവ പേര് കേളപ്പൻ എന്നായിരുന്നു. എന്നാൽ പിന്നീട് സ്നാനപ്പെട്ട അവസരത്തില് ദൈവഭൃത്യൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നായരങ്ങാടിയിലുള്ള ദേവദാസൻ ഡാനിയൽ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയ അവസരത്തിലാണ് എനിക്ക് ഇങ്ങനൊരു പേര് നൽകുകയും അങ്ങനെ ആ പേരിൽ ഞാൻ അറിയപ്പെടാനായിട്ട് ഇടയെത്തുന്നത്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ആ നിലകളിലുള്ള ഒരു മതാചാരണങ്ങളും ആരാധനകളും കർമ്മങ്ങളും അതെല്ലാം ചെയ്തുകൊണ്ട് വരികയാണ്. സത്യത്തിൽ ഞങ്ങൾ ഹൈന്ദവരായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മതഭക്തിയിലാണ് അമ്മയൊക്കെ ഞങ്ങളെ വളർത്തിയത്. അച്ഛൻ, അമ്മ, എനിക്കൊരു ജ്യേഷ്ഠൻ, ഒരു പെങ്ങള്. ഞങ്ങൾ 3 മക്കളും അച്ഛനും അമ്മയും. അതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. അതിൽ നിന്നാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ദൈവം ആദ്യമായിട്ട് എന്നെ ഈ അനുഭവത്തിലേക്ക് വിളിച്ചു വേർതിരിക്കുന്നത്. കർത്താവ് ആ നിലകളിൽ അനിച്ചു എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആ വലിയ കൃപ വാസ്തവത്തിൽ രുചിച്ചറിയാനായിട്ട് ഇടയായി. അങ്ങനെ സ്വന്തം നാട്ടിൽ നിലനിൽക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവം നിർത്തി എന്ന് പറയുന്നതാണ് ഉചിതമായ വാക്ക്. പക്ഷേ ഇപ്പം നമുക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കണം. കർത്താവിലേക്ക് എങ്ങനെയാണ് വന്നത്, ശുശ്രൂഷാനുഭവങ്ങൾ കേൾക്കണം. ചർച്ചും കർത്താവിൽ നിന്ന് അനുഭവിച്ച അത്ഭുത പ്രവൃത്തികൾ എല്ലാം കേൾക്കണം കേട്ടോ. അപ്പം എല്ലാം പറയാം. ഞാൻ കേൾക്കാൻ റെഡിയാ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യം ചോദിക്കത്തുള്ളൂ. കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഞങ്ങൾ ഹൈന്ദവരായിരിക്കുമ്പോൾ തന്നെ ദൈവഭക്തിയിലാണ് ഞങ്ങളുടെ മാതാവ് വളർത്തിയത്. അച്ഛൻ വളരെ ഒരു മദ്യപാനിയായിരുന്നു. ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരാളുടെ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. വളരെ പരിതാപകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ വളരെ നിരാശയും വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ ജീവിച്ചു വന്നു. ചെറിയ പ്രായം മുതലാണ് ജീവിച്ചു വളർന്നത്. എന്നാൽ ഞാന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ആ സന്ദർഭത്തിലാണ് എനിക്ക് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഗിഡിയൻസ്
ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് എനിക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ഞാൻ ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങി ഞാൻ പറയുകയാണ്, ഞാൻ ചെറിയ പ്രായം, അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഒരു സന്തോഷമോ മാതാപിതാക്കൾക്കൊന്നും അങ്ങനെയുള്ള അറിവോ പ്രാപ്തിയൊന്നും അവർക്കില്ലായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ള ചിന്തകളൊന്നുമില്ല. എന്നാൽ സാധാരണ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോയി. എന്നാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ കൂലിപ്പണിക്കൊക്കെ പോവുകയും അങ്ങനെ ഉള്ള കൂലിയെല്ലാം ഉണ്ടാക്കി തുടർന്ന് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ നിലകളിലാണ് ഞാൻ എൻ്റെ ചെറിയ വിദ്യാഭ്യാസം കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നത്. ദൈവം എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട്, ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ പഠനം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞാന് പറഞ്ഞതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കൂലിപ്പണി ചെയ്ത് പഠിച്ച് വളർന്ന് അങ്ങനെ SSLCക്ക് പരിയാരം സെന്റ് ജോർജസ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് എനിക്കൊരു ന്യൂ ടെസ്റ്റ്മെന്റ് ലഭിച്ചു. അത് ഗിഡിയൻസിന്റെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ചെയ്യുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് ലഭിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളരുന്നതായ എന്നെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പോ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, അവരുടെ വേദപുസ്തകം അവരുടെ മതഗ്രന്ഥമാണ്. അതുകൊണ്ട് ഞാനിപ്പോ അത് വായിക്കാനും പഠിക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം എനിക്ക് ആ കാലഘട്ടങ്ങളിലില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ലഭിച്ച ന്യൂ ടെസ്റ്റ്മെന്റ് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും, എന്നാൽ വീട്ടിലെ പരിതസ്ഥിതികളെല്ലാം വളരെ മോശമായ നിലകളിൽ മുന്നോട്ട് പോയ അവസരത്തിൽ ഒരു ദിവസം ഈ പുസ്തകം എടുത്ത് വായിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങി. സത്യത്തിൽ ഞാൻ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങിയത് യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് തുടങ്ങിയത്. അത് ആരംഭത്തിൽ ഞാൻ വായിച്ചുവെങ്കിൽ എനിക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ വീടിന്റെ അടുത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഡാനിയൽ. അദ്ദേഹത്തിന്റെ മക്കൾ ഞങ്ങൾ എല്ലാവരും കണ്ടംപററീസ് ആണ്. ഇപ്പോൾ അവര് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷന്മാരായിട്ട് അവർ ചാലക്കുടിയിലുണ്ട്. ആ പാസ്റ്ററുടെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെ ഈ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആ വീട്ടിൽ പോവുകയും ഈ ദേവദാസനെ ഞങ്ങളുടെ വീട്ടിൽ വരികയും സുവിശേഷം പറയുകയും ആ യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണെന്ന കാര്യം അറിയിക്കും. ഏക രക്ഷകൻ ഈ കർത്താവാണ്. അതുകൊണ്ട് നീ ഇതിനകത്ത് വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. നിന്റെ വീടിന്റെ അവസ്ഥകൾക്ക്, നിന്റെ അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഈ ദേവദാസൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനത് കാര്യങ്ങളെല്ലാം കേട്ടുവെങ്കിലും എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഈ പുസ്തകം ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അത് ഇപ്രകാരമാണല്ലോ പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണോ ദൈവത്തിന്റെ മക്കൾ? അല്ലാത്തവർ എത്രയോ വ്യക്തികള് ഈ കേരളത്തില്, അത് തൃശ്ശൂർ ജില്ലയില്, ചാലക്കുടിയില്, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുന്ന കോടശ്ശേരി പഞ്ചായത്തിൽ എത്ര പേരാണുള്ളത്? അപ്പൊ അവരെല്ലാവരും യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നത് കൊണ്ട് അവർ നിത്യമായി നശിക്കുമെന്നാണോ ഈ വേദം പറയുന്നത്? അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഈ വചനം എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ആവർത്തിച്ച് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം. ഈ തിരുവെഴുത്ത് എൻ്റെ ഹൃദയത്തോട് രാവും പകലും ഒരുപോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇരുന്ന അവസരത്തിലാണ് ഒരു ദിവസം ഈ ദേവദാസൻ എന്നെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ദിവസം ഞാൻ ആ ദൈവസഭയിൽ കടന്നുപോയി. അത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നായരങ്ങാടി, അതാണ് എൻ്റെ മാതൃസഭ.
അവിടെ കടന്നു ചെന്ന അവസരത്തിൽ ഈ ദൈവഭൃത്യൻ അന്നത്തെ ഞായറാഴ്ച 23-ാം സങ്കീർത്തനത്തിൽ നിന്നും നല്ല ഇടയനായ യേശു കർത്താവിന്റെ ചില സവിശേഷതകൾ വർണ്ണിക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ കുറിച്ചും എന്റെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും എല്ലാം എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ ഈ സഭാ ഹാളിന്റെ ഏറ്റവും പിറകിലായിട്ടാണ് ഇരുന്നതെങ്കിലും എനിക്കത് ശരിയായ നിലയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ശരീരമൊക്കെ വിറയ്ക്കാനും ആ ശരീരം വിയർക്കാനൊക്കെ ഇടയായി. ഭയങ്കര ടെൻഷനായി. സത്യത്തിൽ ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവ് രക്ഷിതാവുമായിട്ട് നീ സ്വീകരിക്കണം എന്ന് ഇവര് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദേവദാസൻ പറഞ്ഞു തന്നു. എന്തായാലും എനിക്കത് വലിയ ഒരു സന്തോഷമായി. യേശു കർത്താവിനെ കുറിച്ചുള്ള വർണ്ണനകളും യേശു കർത്താവിനെ കുറിച്ചുള്ള വചനങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്തയും സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. അതിലുള്ള അവതാര പുരുഷന്മാരൊന്നും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതായിട്ട്, ആ സ്നേഹം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണെന്ന് എനിക്ക് വളരെ മനസ്സിലാകാനിടയായി. യേശു കർത്താവ് ഒരു സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. യേശുവിന്റെ വചനം വാസ്തവത്തിൽ ജീവൻ നൽകുന്ന വചനമാണ്. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകുകയും അങ്ങനെ ഒരു പ്രേരണയോടുകൂടെ വളരെ കരച്ചിലോടും വളരെ കണ്ണുനീരോടും കൂടെയാണ് യേശു ക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ദേവദാസന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം എനിക്ക് റോമാലേഖനം 10-ാം 9-10 വാക്യങ്ങൾ പറഞ്ഞു തന്നത്, ദേവദാസൻ പറഞ്ഞു തന്ന വചനം ഞാൻ അതുപോലെ ഏറ്റുപറഞ്ഞു. ആ സമയത്ത് ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു തരുന്ന ഈ വചനം നീ അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവം. നിന്നിലൂടെ അനേക ജീവിതങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കും. ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞു തന്ന വചനപ്രകാരം നീ മറ്റുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അനുഭവം ഉണ്ടാകുന്നു. പ്രവചനാത്മാവിൽ തന്നെ ആ രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാനായിട്ടായിരുന്നു. എന്തായാലും ദൈവദാസിദാസന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, തീർച്ചയായിട്ടും അതൊരു പ്രത്യേക ദിവസം തന്നെയായിരുന്നു. ഞാൻ വളരെ വാവിട്ട് കരഞ്ഞ് യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അന്നേ ദിവസം ഞാൻ സ്വീകരിച്ചു. ആ ദേവദാസൻ പറഞ്ഞതുപോലെ ആ ദിവസം 1983 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ദിവസം മറക്കാനായിട്ട് കഴിയില്ല. അതുപോലെ ഒരു അനുഭവം. ആ ദൈവഭൃത്യൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വചനം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വെളിച്ചം, അത് ഞാൻ ഒരു ഊഹാഭോഗമായിട്ട് പറയുകയല്ല, ഒരു വലിയ വെളിച്ചം എൻ്റെ ഹൃദയത്തില് ഞാൻ അനുഭവിക്കാനായിട്ടുള്ളത്. വലിയ സന്തോഷം എനിക്ക് ഉണ്ടാകാനായിട്ടുള്ളത്. ഞാൻ ആ ദിവസത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ആ ദിവസമാണ് ഞാൻ വീണ്ടും ജനിച്ച ദിവസം. സ്വർഗം എന്നെ ദൈവത്തിന്റെ മകനാക്കി തീർത്ത ആ ദിവസത്തെ ഓർത്ത് ഇന്നേ ദിവസം കർത്താവിന് ഞാൻ 1000 നന്ദികളെ അർപ്പിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിന് സ്തോത്രം. അതിനുശേഷം വളരെ സന്തോഷത്തോടെ ഞാൻ ഭവനത്തിൽ പോയി എൻ്റെ വീട്ടിലുള്ളവരോട്, എൻ്റെ മാതാവിനോട് ഞാൻ ആദ്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ആ ദേവദാസന്റെ ഇടപാടുകളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ സ്നേഹ സൽക്കാരങ്ങള് ഇതിനെല്ലാം കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മാതാവിന് വളരെ ഭാരം തോന്നി. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഇതുപോലെ മതം മാറി മറ്റൊരു നിലവാരത്തിലേക്ക് പോയിട്ടില്ല. ഇനി നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നിന്റെ പിതാവ്, നിന്റെ അച്ഛൻ വളരെ മദ്യപാനിയായി ഒരുപാട് പ്രശ്നങ്ങൾ ഭവനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ 3 പേരെ, എൻ്റെ മക്കളാകുന്ന നിങ്ങളെ 3 പേരെ കാണുന്നതാണ് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം. എന്നാൽ ഇതുപോലെ നമ്മൾ
അല്പം പ്രായമായിട്ട് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ മറ്റു പല മതങ്ങളിലേക്ക് പോകുന്ന കാര്യം അത്ര ശുഭകരമായ കാര്യമല്ല എന്ന് പറഞ്ഞ് എനിക്കത് വലിയ സന്തോഷമില്ല എന്നും എൻ്റെ അമ്മ പറഞ്ഞ അവസരത്തിൽ എനിക്കത് വലിയ ഭാരമായിട്ട് തോന്നി. എന്നാൽ ഞാൻ പിന്നീട് അമ്മയോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കത് വലിയ പ്രയാസമായിട്ട് തോന്നി അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ഞായറാഴ്ച ആകുമ്പോ എനിക്ക് പഴയതുപോലെയല്ല, വലിയൊരു സന്തോഷം. ഈ കൂട്ടത്തിലേക്ക്, ഈ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വലിയ സന്തോഷം. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ഏകദേശം ഞാൻ ഒരു വർഷം മറ്റാരും അറിയാതെ തന്നെ, കുടുംബത്തിലുള്ളവരറിയാതെ തന്നെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ആരാധന സ്ഥലത്ത് കർത്താവിനെ ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും ദൈവവചനം പഠിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ 1984 ഈ ദേവദാസൻ ചാലക്കുടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അങ്കമാലിക്ക് അടുത്തൊരു സ്ഥലമാണത് വട്ടപ്പറമ്പ്, പീച്ചാനിക്കാട് വട്ടപ്പറമ്പ്. അവിടെ ഈ ദേവദാസൻ പോയിട്ടൊരു വലിയ പ്രവർത്തനം നടത്തുന്ന കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാനും ദേവദാസന്റെ മകൻ ജോൺസൺ, അതുപോലെ മറ്റു ദൈവമക്കൾ എല്ലാം കൂടെ അവിടെ പോവുകയും കർത്താവിനെ ആരാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ഒരു കാത്തലിക്സിന്റെ ഭവനം വാടകയ്ക്ക് എടുത്തൊരു പ്രാർത്ഥന തുടങ്ങി. അവിടെ ഡോക്ടർ ബാബു നരേന്ദ്രൻ, ഡോക്ടർ സാലി ഇവരൊക്കെ അവിടുത്തെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അവരവിടെ ജോലിയായിട്ട് വന്നതാണ്. അപ്പോൾ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ അവരൊരു കൂട്ടായ്മ ആരംഭിച്ചു. അങ്ങനെ ആ വീട്ടിൽ അധികം പേരില്ല, ഏകദേശം 10-12 പേരേ ഉള്ളൂ ആ വീട്ടിലെ ആരാധനയ്ക്ക്. പക്ഷെ വളരെ ആത്മനിറവുള്ള ആരാധനയായിരുന്നു. ദൈവത്തിന്റെ വചനം ദൈവദാസന്മാര് തീ പോലെയാണ് സംസാരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞായറാഴ്ച അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് അവർ നടത്തിയതായ കർത്തൃമേശയിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ സ്ഥാനപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ അത് എനിക്ക് വളരെ ഭാരം തോന്നി. മാത്രമല്ല, ദൈവദാസൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവവചനം സംസാരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്ന നീ കള്ളനാകുന്നു എന്ന് എന്റെ മുഖത്ത് നോക്കി ഈ ദാനിയൽ പാസ്റ്റർമാര് മകൻ PJ ജോസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ആത്മനിറവിൽ വചനം ശുശ്രൂഷിക്കാനിടയായി. എനിക്കത് വളരെ ഭാരമായി, വളരെ പ്രയാസമായിട്ട്. എനിക്ക് സങ്കടവും പ്രയാസവും എല്ലാം ഒരുമിച്ച് ഉണ്ടായി. പക്ഷെ എന്താണാവോ ദൈവദാസന്മാരെ അങ്ങനെ സംസാരിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ നൽകുകയും ഞാൻ ആ ആരാധനയിൽ ഒരു വലിയ ദർശനം ഞാൻ കാണുകയാണ്. കാണുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനം മാമോദീസ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഞാൻ ആരാധനയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞാനിങ്ങനെ കാണുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് പ്രചോദനം തരികയാണ്. പക്ഷെ എനിക്ക് ശരീരം വരച്ചിട്ട് എനിക്ക് എഴുന്നേൽക്കാനോ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കാനോ കഴിഞ്ഞില്ല. എങ്കിലും ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ചാടി എന്നിട്ട് പറഞ്ഞു എനിക്കൊരു അനുഭവം പറയാൻ പറഞ്ഞപ്പോ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞു. ഇനി കടത്ത് ഞാനല്ല ഈ ദിവസം തന്നെ എനിക്ക് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ സ്നാനപ്പെടണം, ഒരിക്കലും ഒരു കള്ളനായിരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൈവം എന്നോടാണ് സംസാരിച്ചത്, എനിക്കത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ആരാധനയിൽ ഞാൻ അനുഭവിച്ച ദർശനത്തിന്റെ വെളിച്ചത്തിലും ഇന്ന് തന്നെ സ്നാനപ്പെടണം എന്നുള്ളൊരു ചിന്ത ദൈവാത്മാവിൽ എനിക്ക് നൽകി. ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞു. എന്റെ നിർബന്ധ പ്രകാരം അന്നേ ദിവസം തന്നെ വട്ടപ്പറമ്പിൽ നിന്ന് ചാലക്കുടി വരികയും എൻ്റെ ജന്മദേശത്ത് തന്നെ സ്നാനപ്പെടണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് എൻ്റെ അച്ഛനെ, അമ്മയെ, ജ്യേഷ്ഠനെ, പെങ്ങളെ, മറ്റു ബന്ധുമിത്രങ്ങളെ എല്ലാവരെയും അറിയിച്ച് സ്നാനം ഏൽക്കണം എന്നുള്ളൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഞാനത് അവരോട് പറഞ്ഞു. ചില പ്രതികൂലങ്ങളെല്ലാം എനിക്കുണ്ടായെങ്കിലും കർത്താവിന് മഹത്വം, എനിക്ക് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നുവെങ്കിലും ഞാന് പറഞ്ഞതനുസരിച്ചിട്ട് അവര് തിരിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു,
അത് ബ്രദറിന് അങ്ങനെ താല്പര്യമാണെങ്കിൽ, മോനെ അങ്ങനെ താല്പര്യമാണെങ്കിൽ നമുക്ക് സ്വന്തം ദേശത്ത് തന്നെ സ്ഥാനപ്പെടാം എന്ന് പറഞ്ഞു. കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ ജന്മനാട്ടിലേക്ക് വരികയും 1984 ഒക്ടോബർ 22-ാം തീയതി തന്നെ 5 മണിയോട് ചേർന്ന് എൻ്റെ ഒറ്റ സ്ഥാനം ഉണ്ടായിരുന്നുള്ളെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ 1984 ഒക്ടോബർ മാസം 22-ാം തീയതി 5 മണിക്ക് എൻ്റെ സ്വന്തം ഗ്രാമമായ മേച്ചിറയിൽ അവിടെ വന്ന് സ്നാനപ്പെടാനായിട്ട് കർത്താവ് സഹായിച്ചു. എൻ്റെ ഒരു ആഗ്രഹം, കുറച്ചു നാളുകൾ ഞാൻ രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് അവിടെ താമസിച്ചുവെങ്കിലും ഈ സത്യം യേശുക്രിസ്തു ദൈവപുത്രനാകുന്നുവെന്നും യേശുക്രിസ്തുവിന്റെ വചനം സത്യമാകുന്നുവെന്നും ആ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ളവരോടും ബന്ധുക്കളോടും മിത്രങ്ങളോടും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് എൻ്റെ ദേശത്ത് തന്നെ വന്ന് സ്ഥാനപ്പെടാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. അതേ നിലകളിൽ തന്നെ ദൈവം പ്രവർത്തിക്കാൻ ഇടയായി. പക്ഷേ എൻ്റെ ഭവനത്തിൽ നിന്ന് സ്നാനാനന്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവര് പറഞ്ഞു, നീ മതം മാറി പോയത് കൊണ്ട് ഇനി നിന്നെ വീട്ടിൽ കയറ്റാനായിട്ട് പറ്റത്തില്ല, നിന്നെ കൈക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എന്നെ സ്നാനപ്പെടുത്തിയ ദൈവഭൃത്യൻ എം ദാനിയൽ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒരു മകനാക്കി അവരുടെ വീട്ടിലാണ് ഞാൻ പിന്നീട് വളർന്നു വരാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവമക്കളെ, ദൈവസ്നേഹം, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവസ്നേഹം ആഴമേറിയ നിലകളിൽ ഈ ദൈവദാസന്റെ കുടുംബത്തിലൂടെ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചതും ഡിഗ്രിക്ക് ശ്രീ കേരളത്തിൽ പോയി പഠിച്ചതും അതുപോലെ തന്നെ PGക്ക് ചങ്ങനാശ്ശേരി NSC കോളേജിൽ പോയി പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ കലാലയങ്ങളിലുള്ള കാലഘട്ടങ്ങളിൽ ഈ ദൈവദാസനും കുടുംബവും ദൈവസഭയുമാണ് എനിക്ക് താങ്ങും തണലുമായിട്ട് നിന്നത്. അവരുടെ ദിവ്യമേറിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാനൊരു കാര്യം സത്യമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാരണം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. യേശുക്രിസ്തുവിന്റെ വചനത്തിന് ജീവനുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമായ കാര്യമാണ്. എബ്രായ ലേഖനം 4:12 പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ചൈതന്യം പ്രാപിക്കാൻ ഇടയായിത്തീർന്നത് ഈ ജീവന്റെ വചനം ഞാൻ സ്വീകരിച്ച ദിവസം മുതലാണ്. തീർച്ചയായിട്ടും ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തു. പിന്നീട് 1990 PG പഠനം കഴിഞ്ഞ് അത് പാസ്സായതിനു ശേഷം ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ആ സമയത്ത് കർത്താവിന്റെ ആത്മാവ് വളരെ ശക്തമേറിയ നിലകളിൽ തിരുവെഴുത്തുകളിലൂടെ എളിയവനോട് സംസാരിച്ചു. അത് മറ്റൊന്നുമല്ല, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ കൂടെയാണ്. ശൗലിനെയും ബർന്നബാസിനെയും അതിന്റെ വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവരെ ദേവദാസന്മാരെ തലയിൽ കൈവച്ച് പറഞ്ഞയക്കുവാനിടയായി. ഇതുപോലെ ദൈവം എന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നുവെന്ന ആ തിരുവചനത്തിലൂടെയും മറ്റ് ദൈവദാസന്മാരിലൂടെയുള്ള പ്രബോധനങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ എന്നെ തന്നെ 1990 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും എൻ്റെ സ്വന്തം പട്ടണമായ ചാലക്കുടിയിലേക്ക് കടന്നു വരികയും എൻ്റെ മാതൃസഭ നായരങ്ങാട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഒരുങ്ങുകയും ചെയ്തു. കാരണം എന്നെ ഉപദേശങ്ങൾ പറഞ്ഞു തന്ന് നടത്തിയ ദൈവവൃത്യൻ 1990 പാസ്റ്റർ എം ദാനിയേൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. തുടർന്ന് ആ സഭയുടെ ശുശ്രൂഷകനായി 3 വർഷം എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, വാസ്തവത്തിൽ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഈ കാലഘട്ടത്തിനുള്ളിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മ അതുപോലെ ജ്യേഷ്ഠൻ പെങ്ങള് ഇവരെല്ലാവരും
ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. സോറി, അച്ഛൻ ആ സമയത്ത് വന്നിട്ടില്ല, അച്ഛനും അമ്മയും വന്നിട്ടില്ല, ജ്യേഷ്ഠനും പെങ്ങളും ആ സമയത്തിനുള്ളിൽ ദൈവകൃപയിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ കർത്താവ് നൽകിയ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവവേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. തുടർന്ന് 1990 മുതൽ 93 വരെ എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ടിടയായി. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും റോമൻ കാത്തലിക്സിൽ നിന്നൊക്കെ പലരും ആ നാളുകളിൽ ദൈവകൃപയിലേക്ക് വരികയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന് മഹത്വം. എന്നാൽ 1993 കർത്താവിനുദാസൻ ദാനിയേൽ പാസ്റ്ററുടെ മകൻ ജോൺസൺ, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ, അദ്ദേഹം കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠനം കഴിഞ്ഞ് വന്ന അവസരത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ജോൺസൺ പാസ്റ്റർ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിലേക്ക് പ്രവർത്തിക്കാനായിട്ട് സെക്കൻഡറാബാദിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കർത്താവിന്റെ സാക്ഷികളായിട്ട് മാറുവാൻ ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നല്ല അനുഭവങ്ങൾ ഈ ഫീൽഡുകളിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ കർത്താവ് പഠിപ്പിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ 1996 പൂനെയില് ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ അടുത്ത യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയെ കുറിച്ച് അറിയുകയും അവിടെ പോവുകയും ആ സെമിനാരിയെ കുറിച്ച് അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ അവിടെ ബി ഡി കോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അവിടെ എൻട്രൻസ് എഴുതി അവിടെ പാസ്സായി. അവിടെ എനിക്ക് സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആ കോളേജിൽ എനിക്ക് BD ചെയ്യുവാനുള്ള സന്ദർഭം ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സന്ദർഭങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അങ്ങനെ പഠിക്കാനോ ആ നിലകളിൽ ജീവിക്കാനുള്ള സന്ദർഭങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഇല്ല എങ്കിലും ദൈവം അത്ഭുതകരമായ വഴി ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 1996 അത് ഞാൻ ഫസ്റ്റ് ഇയർ BD കോഴ്സ് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ശരീരം വളരെ ക്ഷീണിച്ചു, കണ്ണെല്ലാം കൊഴിഞ്ഞു, കവിളെല്ലാം ഒട്ടി, ആകപ്പാടെ വല്ലാത്തൊരു പരുവത്തിലായി. ഞാൻ വളരെ രോഗിയായിട്ട് തീർന്നു. എന്നാൽ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനോട് കൂടെ ചേർന്ന് ഡോക്ടർ ദുരൈരാജ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഉടനെ ഒരു ഹാർട്ട് സർജറി ആവശ്യമാണ്. ഹാർട്ടിനകത്ത് നിനക്ക് ഹോളുണ്ട്, അതുകൊണ്ട് പ്യൂർ ബ്ലഡ് ഇംപ്യൂർ ബ്ലഡ് നമ്മൾ മിക്സ് ആയിട്ട് വേണ്ട രീതിയിൽ ഓക്സിജൻ ലഭിക്കാതെ നിന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ട് എത്രയും വേഗം ഹാർട്ട് സർജറിക്ക് വിധേയനായി തീരണമെന്ന് ഡോക്ടർ ദുരൈരാജ് എന്നോട് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് ഇടയായിരുന്നു. ദൈവമക്കളെ, ഇങ്ങനെ പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമ്മുടെ കർത്താവ് തന്റെ വചനം നൽകി എന്നെ അധികം ബലപ്പെടുത്തുവാനാണ് ഇടയായിരുന്നു. കർത്താവിന്റെ വചനം, ഞാൻ നിന്നെ അനാഥനായിട്ട് ഇടുകയില്ല എന്നുള്ള വചനം ഞാൻ ശ്രവിക്കുകയും അങ്ങനെ ഒരു ധൈര്യം എനിക്ക് പകരപ്പെടാനായിട്ട് ഇടയായി. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, 1996 തന്നെ എൻ്റെ ഹാർട്ട് സർജറിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അങ്ങനെ ഞാൻ മദ്രാസിലുള്ള മദ്രാസ് മെഡിക്കൽ മിഷൻ കടന്നു പോവുകയും അവിടെ എൻ്റെ ഹാർട്ട് സർജറി നടത്തുവാനായിട്ടിടയായി. എന്നാൽ ഞാൻ ഹാർട്ട് സർജറിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ഏറെ ഉണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് തന്റെ വചനം നൽകി എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ ജോൺസണും എന്നോടുകൂടി ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പലരും ഈ സർജറി കഴിഞ്ഞ് മരണത്തിലേക്ക് വീണു പോകുമ്പോൾ അത് കാണുന്നത് എനിക്ക് വളരെ ഭാരം തോന്നിയെങ്കിലും ആ രാത്രിയിൽ എന്നെ സർജറിക്ക് കൊണ്ടുപോകേണ്ടുന്ന അന്നേ തലേ രാത്രിയിൽ ദൈവാത്മാവിനോട് ശക്തമായി സംസാരിച്ചു. നീ മരിക്കത്തില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്നുള്ള വചനം
വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് അന്ന് രാത്രിയിൽ എന്നോട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായി, ഇതുവരെ വചനം നൽകി വചനം വെളിപ്പെടുത്തി നടത്തുവാൻ കഴിവുള്ളവനായ കർത്താവ് ഈ മദ്രാസ് മെഡിക്കൽ മിഷനിൽ ഞാൻ ആയിരിക്കുമ്പോഴും ദൈവം എന്നോട് സംസാരിക്കുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകി. ഞാൻ ധൈര്യത്തോടെ ഈ സർജറിക്ക് വിധേയനായി. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ആ സർജറി കഴിഞ്ഞ് ക്ഷേമത്തോടെ കടന്നു വരുവാനും എൻ്റെ കോഴ്സ് പൂർത്തീകരിക്കാനുമായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2000 BD കോഴ്സ് പൂർത്തീകരിച്ച് അനന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു, നീ നാട്ടിൽ പോകണം, നിന്റെ സ്വദേശത്തേക്ക് നീ കടന്നു പോകണം, നിന്റെ ബന്ധുക്കൾ മിത്രങ്ങളുടെ മധ്യത്തിൽ നീ വെളിച്ചമായി ഉപ്പായിട്ട് നീ വർദ്ധിക്കണം എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പൂനെയിൽ നിന്നും ഞാൻ ചാലക്കുടിയിൽ കടന്നു വന്ന് എൻ്റെ മാതൃസഭയാകുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്തി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഒരു പുതിയൊരു പ്രവർത്തനം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഇടയായിരുന്നു. അത് ഞാൻ സ്നാനപ്പെട്ട ഏരിയയിൽ തന്നെ, ആ ഏരിയയിലാണ് തന്നെയാണ് ഞങ്ങൾ ആ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ 500 രൂപ വാടകയ്ക്ക് എടുത്ത ഒരു ചെറിയ ബിൽഡിംഗ് എടുത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. ദൈവ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്തയനുസരിച്ച് ആ ഗ്രൂപ്പിന് ടോർച്ച് ബെയറേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന പേര് എന്നുള്ള നാമനിർദ്ദേശം നൽകി ആ ഗ്രൂപ്പിനെ ഞാൻ വളർത്തിയെടുക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പ് മുഖാന്തിരം ഒരുപാട് വ്യക്തികൾ ആ ഭവനത്തിൽ വന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. ആ ദേശത്ത് കർത്താവിന്റെ വചനം ഞാനും ജ്യേഷ്ഠനും കൂടെ ആ ദേശത്ത് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ പ്രവർത്തന മുഖാന്തരം പലരും ഈ കൃപയിലേക്ക് വരാനും ഈ വെളിച്ചത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ ചാലക്കുടിയിൽ നിന്നും ചില വ്യക്തി ജീവിതങ്ങൾ അവിടെ കടന്നു വന്ന് സ്നാനപ്പെട്ടതിനെ വിളിച്ചാൽ അവർ ഞങ്ങളെ ചാലക്കുടി ടൗണിലേക്ക് ഈ പ്രവർത്തനം വിശാലമാക്കണമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചതിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ പട്ടണമായ ചാലക്കുടി പട്ടണത്തിലേക്ക് കടന്നു വരുവാനും പല കുടുംബങ്ങളും പല ഭവനങ്ങളും പാരലൽ കോളേജുകളെ പോലെയുള്ള സ്ഥാപനങ്ങൾ വാടകയ്ക്കെടുത്ത് ആരാധന നടത്താനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ കൂടപ്പുഴയിൽ ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ സ്നാനപ്പെടാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവർക്ക് വേണ്ടതുപോലെ വചനം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിലും ദൈവം അവർക്ക് വലിയ ദർശനങ്ങൾ നൽകി കർത്താവ് അവരെ ഈ അനുഭവത്തിലേക്ക് നടത്തി. ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. നമ്മുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. വചനം വെളിപ്പെടുത്തുവാനും വലിയ ദർശനങ്ങളെ നൽകുവാനും കഴിവുള്ളവനായ കർത്താവാണ് നമ്മുടെ ദൈവം. ഇന്നും ആ ദൈവിക ദർശനങ്ങളെ നൽകി ദൈവം നടത്തുന്ന വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയാണ് കൂടപ്പുഴയിൽ വേല വിശാലമായി തീർന്നു. ഞാൻ ഇപ്പോൾ ഇരുന്ന് സാക്ഷ്യം പറയുന്ന ഈ കെട്ടിടത്തിലേക്ക് വരുവാൻ കർത്താവ് ഒരു വഴി ഒരുക്കി. അങ്ങനെ ഈ കൂടപ്പുഴയിൽ 25 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ സഭാ ഹോള് ക്രമീകരിച്ച് ഇപ്പോൾ ഒരു വീടിന് അടിസ്ഥാനമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. വേലകൾ ഇങ്ങനെ വിശാലമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം വേലകളെ വിശാലമാക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ വചനത്തിലൂടെ അനുഭവിച്ച യേശു ക്രിസ്തു വചനത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നവനല്ല, കർത്താവിന്റെ വചനപ്രകാരം ആ യേശു ഇന്നും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ദൈവമാണെന്ന് ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മോട് ആവശ്യമായ സമയങ്ങളിൽ വചനം നൽകി നമ്മളെ വെളിപ്പെടുത്തും. വചനം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണെന്ന് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ വചനം വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനായ കർത്താവ്, അത് നിത്യജീവനെ നൽകുവാൻ കഴിവുള്ളവനായ കർത്താവ്, ഈ ദൈവം സത്യമായ ദൈവമാണ്. ആ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഏക സത്യ ദൈവമായ കർത്താവ് നസറേയനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. കർത്താവിന് മഹത്വം. ഞാൻ പല
തത്വങ്ങളിലും പല ആശയങ്ങളിലും പലരുടെ എഴുത്തുകളിലും വിശ്വസിച്ച് ജീവിച്ച ഒരാളാണെങ്കിലും ഈ തത്വങ്ങളോ അവരുടെ ആശയങ്ങളോ ഒന്നും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതല്ല. പ്രത്യുത ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ലോകത്തിൽ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. ദൈവത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ അത്രത്തോളം പഴക്കം ആ ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം തിരുവഴുത്തിന് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അത് എൻ്റെ അനുഭവമാണ്. ഞാൻ ഈ അനുഭവത്തിലേക്ക് വന്നത് എന്തെങ്കിലും കഥകളോ ചെറുകഥകളോ കേട്ടിട്ടല്ല. കർത്താവിന്റെ വചനം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12, ആ വെളിച്ചം, വചനത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ മിന്നിയത് കൊണ്ടാണ് കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് വിളിച്ചു വേർതിരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. നീതി സൂര്യനായി ലോകത്തിൽ വെളിപ്പെട്ടവൻ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ വെളിച്ചത്തിൽ എന്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കുവാനും യേശു ജീവിക്കുന്ന ദൈവപുത്രനാകുന്നുവെന്ന് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് കൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ വചനം ഇന്ന് നിലനിർത്തുന്നതിനായി സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ടോർച്ച് ബെയറേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് സഭയായിട്ട് മാറി ചാലക്കുടി കൂടപ്പുഴയിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ മലയാറ്റൂരും കൊരട്ടിയിലും തൃശ്ശൂരും അതുപോലെ അവിട്ടപ്പള്ളി, കോർമല, വെള്ളിക്കുളങ്ങര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇതിന്റെ വേരുകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കൂട്ടായ്മകൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. പുതിയ വ്യക്തികളെ പരിശുദ്ധാത്മാവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഇന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുന്നു. ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാകയാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ 14 ജില്ലകളിലും ഈ കർത്താവിനെ സാക്ഷീകരിപ്പാനും പല സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള സന്ദർഭം ദൈവം ഒരുക്കി. കേരളത്തിന് വെളിയിൽ അനേക ഗ്രാമങ്ങളിൽ പോകാൻ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിൽ പോകുവാൻ ഈ കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി. അറേബ്യൻ രാജ്യങ്ങളിൽ പോകാൻ കർത്താവ് സഹായിച്ചു. ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. രക്ഷിക്കപ്പെട്ട നാളുകളിൽ, ആ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലെങ്കിലും ഈ തലയിൽ കൈവച്ച അവർ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഒരു രൂപ പോലും ഇല്ലാതെ എന്റെ വചനത്തിന്റെ സാക്ഷിയായി ഞാൻ നിന്നെ അനേക സ്ഥലങ്ങളിൽ നിന്നെ ഞാൻ അയക്കും. നിന്നിലൂടെ ചില ജീവിതങ്ങൾ നിത്യജീവന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ പ്രാപ്തനായ ദൈവമാണെന്ന് അനേക ദൈവദാസന്മാർ ഇളയന്റെ തലയിൽ കൈവച്ച് പറഞ്ഞ കാര്യം എത്രയോ സത്യമാണെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ്. ഈ ദൈവത്തിന് ഞാൻ എൻ്റെ ഇരുകരങ്ങളെ ഓർത്തി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ വചനത്തിന് ജീവനും ചൈതന്യമുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. അത് ഇന്നും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ ശുശ്രൂഷകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വേലയ്ക്ക് ഇറങ്ങിയത് ഒരിക്കലും ഒരു നഷ്ടമായിട്ടില്ല. ഇത് ദൈവം അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ ഇടയായിത്തീരുന്നു. എൻ്റെ ഭവനം 2000-ലാണ് എൻ്റെ വിവാഹം കഴിയുവാൻ ഇടയായിത്തീരുന്നത്. യാക്കോബായ പാരമ്പര്യത്തിൽ നിന്നും പെന്തക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് വന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരു സഹോദരിയാണ് വിവാഹം കഴിച്ചത്. എൻ്റെ ഭാര്യയുടെ പേര് ബിജിത എന്നാണ്. ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം നൽകി. മൂത്ത മകൻ അഭിഷേക്, അദ്ദേഹം ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൻ അനുഗ്രഹ്, അദ്ദേഹം ഇപ്പോൾ 3rd ഇയർ BD നോർത്ത് ഇന്ത്യയിലെ ഡെറാഡൂണിൽ ചെയ്യുന്നു. മൂന്നാമത്തെ മകൾ ഐറിൻ ഈ വരുന്ന സെപ്റ്റംബറിൽ താനെ നഴ്സിംഗിന് കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ നന്ദി. ഹല്ലേലൂയ. ഒത്തിരി നല്ല ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ കണ്ടുമുട്ടുവാനും പിൻപറ്റുവാനും ഇടയായി തീർന്നു. പ്രത്യേകിച്ചും ആ ഡാനിയൽ പാസ്റ്ററുടെ ഒക്കെ ഒരു കൈത്താങ്ങൽ അല്ലേ, നമ്മളെ ചേർത്ത് നിർത്തി
ഈ കാലത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. വിശ്വാസത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ എല്ലാവർക്കും കഴിയണം. പാസ്റ്ററുടെ ശുശ്രൂഷാ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തെടുക്കാമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദൈവം കരുതിയ, ദൈവം പ്രൊവൈഡ് ചെയ്ത അനുഭവങ്ങൾ, ദൈവിക അത്ഭുതങ്ങൾ കണ്ട അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളത് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ, വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർക്ക് ആഡ് ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 1996 എന്റെ ഹാർട്ട് സർജറിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം ഇതിന് ആവശ്യമാണ്. സത്യത്തിൽ സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വേണ്ടത്ര രൂപയില്ല, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടില്ല, സഭയിൽ നിന്നുള്ളൊരു സപ്പോർട്ടില്ല. ഞാൻ ഏകനായിട്ട് അവിടെ പാർക്കുന്ന അവസരത്തിലാണ് ഈ ഹാർട്ടിന്റെ പ്രശ്നം കടന്നു വരുന്നത്. ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശവും താഴേക്ക് നോക്കുമ്പോൾ ഭൂമിയും. ഞാൻ ചിന്തിച്ചു, ഈ സെമിനാരി എൻ്റെ സെമിട്രി ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ ശോഷിച്ച് വരികയാണ്. ആ സമയത്താണ് ദൈവന്മാർ സംസാരിച്ചത്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഈ വെളുത്ത പേജിൽ എഴുതപ്പെട്ട കറുത്ത അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരത്തിന് വലിയ പവറാണ്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് 1996 കർത്താവ് ഈ ചെവിയിൽ മന്ത്രിക്കാനായിടയായി. പറഞ്ഞതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്റെ സർജറിക്ക് ആവശ്യമായ രൂപകളെല്ലാം ദൈവം ഒരുക്കിയ അത്ഭുതകരമായ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതൊരു അനുഭവം തന്നെയായിരുന്നു. മാത്രമല്ല, സർജറിക്ക് വേണ്ടി ഞാൻ കടന്നു പോകുന്ന അവസരത്തിൽ ഒരുപാട് ഭയം എനിക്കുണ്ടായി. ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ തന്നെ പലരും എന്നെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. നീ ഒരു സെമിനാരിയനായതുകൊണ്ട് നിന്നോടുകൂടെ കർത്താവ് ഉണ്ടല്ലോ, നീ എന്തിനാ ധൈര്യപ്പെടുന്നത്? പക്ഷേ ജീവിത അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് ഭാരം, ബുദ്ധിമുട്ട്, ഭയം, ശരീരം വിറയ്ക്കുക. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചു. നീ മരിക്കത്തില്ല, നീ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും എന്ന വചനത്തിലൂടെ 118 സങ്കീർത്തനം 17 വാക്യം ദൈവാത്മാവ് ശക്തമേറിയ നിലകളിൽ സംസാരിക്കാനായിട്ടിടയായി. അങ്ങനെ ദൈവത്തിന്റെ കരുതലുകൾ എന്റെ 2 കണ്ണുകളെ കൊണ്ട് കാണുവാൻ, ദൈവത്തിന്റെ കരുതലുകൾ എന്റെ 2 ചെവികളെ കൊണ്ട് കേൾക്കുവാൻ ഇടയായതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. ഈ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയത് ആരും എന്നെ നിർബന്ധിച്ചിട്ട് ഇറങ്ങിയതല്ല. അപ്പോസ്തല പ്രവൃത്തി 13-1-2 വാക്യം ആ വേലയ്ക്ക് ഇറങ്ങാനുള്ള നിദാനം ആ വചനമാണ്. ആ വചനത്തിന്, ആ പ്രോമിസിനെ ഞാൻ മുറുകെ പിടിച്ചിറങ്ങിയത് കൊണ്ട് ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം കരുതാമെന്ന് പറഞ്ഞവൻ കരുതി ഇതുവരെ നടത്തുവാനിടയായിത്തീർന്നത് കൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവം കൈവിടാത്ത ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ശുശ്രൂഷയിൽ ആ ധൈര്യത്തോടെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ വേല ഇനിയും വിശാലമായി തീരുമെന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ശുശ്രൂഷയിൽ നിലനിന്ന് ദൈവം നൽകുന്ന ആയുസ്സും ആരോഗ്യവും ഞങ്ങളുടെ കുടുംബമായി ഈ കർത്താവിനെ സാക്ഷീകരിച്ച് ഞങ്ങളുടെ താല്പര്യം, ഞങ്ങളുടെ 3 മക്കളും കർത്താവിന് വേല ചെയ്യണമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഈ വേലയിൽ സന്തോഷത്തോടുകൂടെ വേല ചെയ്ത് മുന്നേറുവാൻ ഞങ്ങൾ വളരെ താല്പര്യപ്പെടുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ. പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, സമൂഹത്തെയും, വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണം. എളിയവന്റെ കാതുകളിൽ സംസാരിച്ച വചനം, കണ്ണുകളിൽ കൂടെ കണ്ടതായ അത്ഭുതങ്ങൾ ഇന്നും അങ്ങ് ചെയ്യുവാൻ പ്രാപ്തനായ ദൈവമാകിയാൽ സ്തോത്രം.
ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, കേൾവിക്കാരെ അനുഗ്രഹിച്ച് ആസ്വദിക്കണം. ഈ TV ചാനലിനെ TV ചാനലിനെ ദൈവം അനുഗ്രഹിക്കണം. ഫിന്നി പാസ്റ്റർ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. നമ്മുടെ വ്യൂവേഴ്സിനോടുമുള്ള നന്ദി പറയുന്നത് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുക, സഹായിക്കുക ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.